ഇന്നൊരു ശ്ലോകവും കൊണ്ടാട്ടോ വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ കഥയൊക്കെ കൊണ്ടിട്ടല്ലേ വരാറ്. ഇന്ന് ഗുരുവായൂരപ്പനെ സ്തുതിക്കാനുള്ള ഒരു കുഞ്ഞു ശ്ലോകവും കൊണ്ടാ വന്നിരിക്കണേ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ശ്ലോകമാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എന്നാലും പറയാണ് കേട്ടോ. ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അതായത് എൻ്റെ എല്ലാം ശ്രീ ഗുരുവായൂരപ്പനാണ് എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകം ഇതിനു മുമ്പ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ശ്ലോകം കൊണ്ട് മഹാദേവനെ ഉപാസിക്കാൻ പറ്റുമെന്നാണ് ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പറ്റൂട്ടോ. ഏത് ഈശ്വരനാണോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശ്വരൻ, ആ ഈശ്വരനെ ഈ ശ്ലോകം കൊണ്ട് സ്തുതിക്കാൻ സാധിക്കും. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാനാണ് എല്ലാം. ത്വമേവ മാതാച പിതാ ത്വമേവ, അമ്മയും അച്ഛനും ഭഗവാനാണ്. ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ, എൻ്റെ വിദ്യയും അറിവും എൻ്റെ സർവ്വതും സർവസമ്പത്തും എല്ലാം ഭഗവാന്റെയാണ്. എൻ്റെ എല്ലാം ഭഗവാനാണ്. ത്വമേവ ദൈവ മമ ദേവദേവ ത്വമേവ സർവം മമ ദേവദേവ, അങ്ങാണ് എൻ്റെ എല്ലാം, എല്ലാം അങ്ങാണ് എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. ഈ ശ്ലോകം ചൊല്ലി നമസ്കരിക്കുന്ന നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ, അങ്ങാണ് എൻ്റെ അച്ഛനും അമ്മയും വഴികാട്ടിയും ഗുരുവും സുഹൃത്തും എല്ലാം അങ്ങാണ്, എൻ്റെ എല്ലാം ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ഭക്തനെ സ്വീകരിക്കാതിരിക്കാൻ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ മുടങ്ങാതെ ഒരു തവണയെങ്കിലും ഈ ശ്ലോകം ചൊല്ലി നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ.